രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6-നും നാഗസാക്കിയിൽ ഓഗസ്റ്റ് 9-നും അണുബോംബുകൾ വർഷിച്ചു. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി ആണവായുധങ്ങൾ പ്രയോഗിച്ച ഈ ദാരുണ സംഭവത്തിൽ ലക്ഷക്കണക്കിന് നിരപരാധികൾ ഇൻസ്റ്റന്റായി കൊല്ലപ്പെടുകയും വരും തലമുറകൾ പോലും അണുവികിരണങ്ങളുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ഹിരോഷിമ 1945 ഓഗസ്റ്റ് 6-ന് രാവിലെ 8:15-നാണ് മിച്ചിൽ ബോയ് എന്ന യുറേനിയം ബോംബ് വർഷിച്ചത്. നാഗസാക്കി 1945 ഓഗസ്റ്റ് 9-ന് ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബ് വർഷിച്ചു. ആക്രമണത്തിന് പിന്നിൽ മാൻഹാട്ടൻ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഈ ഭീകരായുധങ്ങൾ നിർമ്മിച്ചതും പ്രയോഗിച്ചതും. ആൾനാശം ഹിരോഷിമയിൽ 1,40,000-ഓളം ആളുകളും നാഗസാക്കിയിൽ 74,000 ആളുകളും ആദ്യഘട്ടത്തിൽ തന്നെ മരിച്ചു. വികിരണങ്ങൾ റേഡിയേഷൻ മൂലം പിന്നീട് വർഷങ്ങളോളം ആളുകൾ ക്യാൻസർ, രക്താർബുദം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചു മരിച്ചു. ചരിത്രപരമായ മാറ്റം. ഈ വലിയ തിരിച്ചടിയെ തുടർന്ന് 1945 സെപ്റ്റംബർ 2-ന് ജപ്പാൻ കീഴടങ്ങൽ പ്രഖ്യാപിക്കുകയും രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു.